ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാടില്ലാതെ വട്ടം കറങ്ങി സംസ്ഥാന സർക്കാരും സിപിഎമ്മും. വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളും ഭക്തരും സാമുദായിക സംഘടനകളും നിലപാട് വ്യക്തമാക്കുമ്പോഴും പിണറായി സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കണം എന്ന ആശങ്കയിലാണ് സിപിഎം. യുവതീ പ്രവേശനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ സർക്കാരിനും സിപിഎമ്മിനും കനത്ത ആശങ്കയാണ്. മാർച്ച് മാസം 14-ാം തീയതിക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിനോ സിപിഎമ്മിനോ സാധിക്കുന്നില്ല. യെസ് എന്നോ നോ എന്നോ പറയേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് നിയമമന്ത്രി പി രാജീവ് ഇന്നലെ പറഞ്ഞത്. സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബിക്കും നിലപാട് വ്യക്തമാക്കാൻ സാധിക്കുന്നില്ല. NSSും SNDPയും അടക്കമുള്ള സാമുദായിക സംഘടനകളും ഹൈന്ദവ സംഘടനകളും BJPയും ഭക്തർക്കൊപ്പം നിൽക്കണമെന്ന നിലപാടാണ് ആവർത്തിക്കുന്നത്. അപ്പോഴാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വെളിയിൽ വരുന്നത്. ശബരിമലയിൽ യുവതി പ്രവേശിപ്പിക്കണമെന്ന ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. അങ്ങനെ സ്വീകരിച്ചാൽ പാർട്ടിയിലെ ഹൈന്ദവ വിശ്വാസികൾ തന്നെ എതിരാകും. വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 2018 യുവതീ പ്രവേശനത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്നും സിപിഎം ഇനിയും മുക്തമായിട്ടില്ല. അതിനിടയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കും എന്നാണ് സിപിഎം സർക്കാരും വിലയിരുത്തുന്നത്. ഇതാണ് നിലപാട് സ്വീകരിക്കുന്നതിൽ സർക്കാരിനെയും സിപിഎമ്മിനെയും പിന്നോട്ടടിക്കുന്നത്. മാർച്ച് മാസം 14-ാം തീയതിയാണ് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കേണ്ടത്. ഇക്കാര്യത്തിൽ സർക്കാരും സിപിഎമ്മും എന്ത് സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം.